നിലവാരമില്ലാത്തതുകൊണ്ടാണ് എന്റെ സിനിമകൾ പരാജയപ്പെട്ടത്. ഫഹദ് ഫാസിൽ. ഒരു വലിയ പരാജയത്തിൽ നിന്നാണ് ഫഹദ് ഫാസിൽ എന്ന നടന്റെ തുടക്കം. ആ പരാജയത്തിൽ നിന്ന് പതിയെ പതിയെ കയറി വന്ന് ഫഹദ് ചാപ്പാക്കുരിശിലൂടെ കുതിച്ചു കയറി. 22 ഫീമെയിൽ കോട്ടയം, ഡയമണ്ട് നെക്ലസ്, അന്നയും റസൂലും, ആമേൻ, ആർട്ടിസ്റ്റ്, നോർത്ത് 24 കാതം, ഒരു ഇന്ത്യൻ പ്രണയകഥ, ഇപ്പോൾ ഇയോബിന്റെ പുസ്തകം വരെ താണും പൊന്തിയും ഫഹദ് ഫാസിൽ മികച്ചു തന്നെ നിന്നു. മലയാളത്തിലെ ഗൗരവക്കാരനായ നടൻ എന്നാണ് ഫഹദ് ഫാസിലിനുള്ള വിശേഷണം. അധികമൊന്നും അഭിമുഖങ്ങൾ നൽകാറില്ല. എല്ലാത്തിനോടും ഡയറക്റ്റായി പ്രതികരിക്കും. ആരെന്ത് പറഞ്ഞാലും എന്റെ വഴി എന്റേത് മാത്രമാണെന്ന ഭാവത്തോടെയാണ് ഫഹദ് ഫാസിലിന്റെ സിനിമാ യാത്ര. ഒരു സിനിമ വിജയിച്ചാൽ പറയാൻ കാരണങ്ങൾ ഒത്തിരിയാണ്. നടന്റെ കഴിവ്, സംവിധായകന്റെ കഴിവ്, തിരക്കഥയുടെ മികവ്, പാട്ടിന്റെ ഇമ്പം. പരാജയപ്പെട്ടാലും കാരണങ്ങൾ ചൂണ്ടിക്കാട്ടാൻ കാണികൾക്ക് ഒത്തിരിയുണ്ട്. പക്ഷേ അഭിനേതാക്കളോ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരോ അത് സമ്മതിച്ചു തരും എന്ന് കരുതേണ്ട. എന്നാൽ ഫഹദ് ഫാസിൽ അങ്ങനെയല്ല. തന്റെ സിനിമകൾ പരാജയപ്പെടാനുള്ളതിന്റെ കാരണങ്ങളെക്കുറിച്ച് ഫഹദിന് വ്യക്തമായ ധാരണയുണ്ട്. അത് തുറന്നു പറയാനും മടിയില്ല. അടുത്തിടെ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ സിനിമകൾ പരാജയപ്പെടുന്നതിന് ഫഹദ് പറഞ്ഞ കാരണങ്ങൾ വായിക്കാം. പരാജയങ്ങൾ ഉണ്ടാകാം. എന്റെ സിനിമകൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവയ്ക്ക് നിലവാരമില്ലാത്തതുകൊണ്ടാണ്. 1/2 തിരക്കഥയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു. ഗോഡ്സ് ഓൺ കൺട്രി എന്ന ചിത്രം അതിന്റെ തിരക്കഥയ്ക്ക് അനുയോജ്യമായ രീതിയിലല്ല ചിത്രീകരിക്കപ്പെട്ടത്. മണിരത്നത്തിനും ഇതുതന്നെയാണ് സംഭവിച്ചത്. എന്റെ സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുന്നുവെങ്കിൽ അതവയ്ക്ക് നിലവാരമില്ലാത്തതുകൊണ്ട് മാത്രമാണ്, ഫഹദ് ഫാസിൽ പറഞ്ഞു.